ബാലിന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ ആപ്പിൾ വില്ലേജ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലെ. പക്ഷെ ഒരു വീട് കുറച്ചായിരുന്നു ഉണ്ടാക്കിയത്. ആ സ്ഥലത്ത് ഞാൻ പകരത്തിന് ഇവിടെ 2 മരം നട്ടിട്ടുണ്ട്, ഞങ്ങൾ കാണിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടൊക്കെ നോക്കിയാൽ ഇതാ ഇതൊക്കെ ഉള്ളൂ, ഒന്നുമില്ല. വില്ലേജേഴ്സിനെ കയറ്റാൻ പറഞ്ഞായിരുന്നു, അതിപ്പോൾ കയറ്റുന്നില്ല. ഇന്ന് എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. എന്താ ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരു ഓട്ടോമാറ്റിക് വുഡ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. അതെ, ഇത് ഓൾ ടൈപ്പാണ്. അത് എല്ലാ വുഡും പറ്റുന്നതാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് ഒന്നും കളക്ട് ചെയ്തിട്ടില്ല, അത് ഞാൻ വേഗം പോയി കളക്ട് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ എന്താ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നിങ്ങൾ വേണമെങ്കിൽ നോട്ടീസ് ഞാൻ എന്തായാലും ലിങ്ക് ഇട്ടേക്കാം വീഡിയോൻ്റെ. അതാകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ വീഡിയോ ഒക്കെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഉണ്ടാക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഇച്ചിരി പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം വേണം. ഇതിവിടെ ഞാൻ പ്ലെയിൻ ആക്കിയതാണ്, അത് ഗ്രാസ് മൈൻ ചെയ്യാൻ വേണ്ടി വന്ന് പ്ലെയിൻ ആയതാണ്. ഞാൻ എന്താ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ അത്യാവശ്യം ക്ലിയറുമാണ്. ഇതാ ഈ ഫാമിൻ്റെ ഒക്കെ അടുത്തുമാണ്. ഇവിടെ 2-3 ഗ്രാസ് പറിച്ച് ഇവിടെ കൊണ്ടുവിടട്ടെ. ഇതിവിടെ തികയോ ഇല്ല, കുറച്ചും കൂടെ വേണം. ഓക്കെ, ഇനി ബാക്കിയുള്ള ഇങ്ങോട്ട് കളയാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാക്കട്ടെ. എനിക്ക് നിങ്ങൾ റീപ്ലൈ മോഡായിട്ട് കണ്ട. ഓക്കെ, ഞാൻ എന്താ ട്രീ ഫാം മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പറന്നു പോവാ. ഇങ്ങനെ മെല്ലെ ലാൻഡ് ചെയ്ത് ഇവിടെ നിന്ന് സാപ്ലിങ്സ് എടുക്കണം, നമ്മുടെ സ്പ്രൂസിൻ്റെ. ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ തല്ലി പൊളിച്ചോളാം. ഇവിടെ എന്തെങ്കിലും ബിൽഡിംഗ് കൊണ്ടുവരാം നമുക്ക്. ഈ സാപ്ലിങ് മൊത്തം ഇങ്ങനെ എടുക്കുക. ഓക്കെ, എല്ലാം എടുത്തിട്ടുണ്ട്. സാപ്ലിങ് ബോൺമീലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ഫാമിലോട്ട് പോവുക. എന്നിട്ട് ആദ്യം തന്നെ ഒന്ന് ഇവിടെ വന്നിട്ട് ഈ ഡബിൾ ചെസ്റ്റിലോട്ട് ഈ ബോൺമീൽ ഫുൾ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇത് വെച്ചിട്ട് ഒരു ഇൻവെൻറ്റർ മൊത്തം ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇത് ലെഫ്റ്റിൽ എൻ്റെ ഇത് പിടിക്കുക സാപ്ലിങ്, റൈറ്റിൽ ഒരു സ്റ്റാക്ക് ബോൺമീൽ പിടിക്കുക. അവിടെ തൽക്കാലത്തേക്ക് ഈ സോഡിപ്പോൾ എവിടെയൊക്കെ സ്റ്റിക്കൻ കളയാം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അടുത്ത ഡേർട്ട് പൊട്ടിപ്പോയി. ഓക്കെ, ഞാനിപ്പോൾ സ്പ്രൂസ് ഇതാക്കാൻ പോകുന്നതുകൊണ്ട് സ്പ്രൂസിൻ്റെ ടൈപ്പുള്ള ആ ഒരു ഡേർട്ട് വേണം. അതായത് നോർമൽ ഡേർട്ടിന് പകരം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഈ സാധനമാണ് പോട്ട്സോളോ. ഇത് അപ്പോൾ ഇത് വെച്ചാൽ നമ്മുടെ മറ്റേ ഈ സ്പ്രൂസൊക്കെ പെട്ടെന്ന് വളരുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോട്ട്സോളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിവിടെ വെക്കാം. എത്തുന്നില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലിവർ ഫ്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് വരിക, ഇവിടെ കയറുക, ഈ ലിവറും ഫ്ലിക്ക് ചെയ്യുക, ഇത് പിടിക്കുക, ഇങ്ങോട്ട് നോക്കുക. എന്താ അപ്പം തന്നെ ഇത് പൊട്ടിപ്പോകുന്നുണ്ടല്ലോ. ചെറിയൊരു പ്രശ്നം തെറ്റിയതാണ് ഞാൻ ചെയ്തതിൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നേരെ വരേണ്ടത് കാണിച്ചു തരാം. ഒരു ബ്ലോക്കിങ് എടുത്തിട്ട് ഇതിവിടെ വെച്ചിട്ട് ഇന്ന് പൊട്ടിച്ചിട്ട് അത് പോയോ? അത് ഇല്ല, അതെൻ്റെ കൈ കെട്ടി. അതെടുത്തിട്ട് ഇതിൻ്റെ അടിയിലോട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇനി പൊട്ടാണ്ടിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് പോയിട്ട് ശ്രമിച്ചു നോക്കാം. ഇപ്പോൾ പോട്ട്സോൾ എൻ്റെ ഉണ്ടായിരുന്നു പോയി, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നോർമൽ ഡേറ്റിൽ തന്നെ ഇതാക്കാം. ഇങ്ങോട്ട് പോയിക്കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഇത് പൊട്ടിക്കുന്നുണ്ട്. ഇനി ഇതിനൊരു എളുപ്പം വഴിയുണ്ട്. ഇത് നമ്മുടെ ലെഫ്റ്റും റൈറ്റും നെക്കി പിടിച്ചുകൊണ്ട് F3+T വയ്ക്കാൽ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അയ്യോ, പൊട്ടിച്ചു കളഞ്ഞോ. വേറെ ഡേർട്ടുണ്ടോ? വേറെ ഡേർട്ടും ഇല്ല. ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് വന്നിട്ട് ഡേർട്ട് എടുക്കുക. ഞാൻ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഫാമിൽ വർക്കാവില്ല. എന്താ സ്ക്രൂസൊക്കെ എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നു. അതില്ല, ഇതിനടുത്ത് രണ്ടിലൊക്കെ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന വർക്കാവും. ഭയങ്കര ഒച്ചയാന്ന് തോന്നുന്നല്ലേ. ഞാൻ എന്തായാലും കുറച്ച് നേരം ഞാൻ ചെയ്തിട്ട് വരാം, എത്ര കിട്ടും നോക്കാൻ. കുറച്ച് നേരം ഇത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് അതിൻ്റെ ഇങ്ങോട്ട് കുറച്ച് വുഡൊക്കെ കിടക്കുന്നുണ്ട്. എനിക്കൊന്നത് എക്സ്പ്ലോസീവിൽ തെറിച്ചു പോയതായിരിക്കും, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ പോയിട്ട് ഇതിലോട്ട് കിട്ടിയോ നോക്കാം.
2 ഡേർട്ടും കിട്ടിയിട്ടുണ്ട് എൻ്റെ ഇത് കാണുമ്പോൾ. ഇപ്പോൾ ഇത്ര ഓപ്പൺ ആക്കി കിട്ടപ്പോൾ തന്നെ കുറച്ച് ഓപ്പൺ ആക്കി കിട്ടപ്പോൾ തന്നെ 2 സ്റ്റാക്ക് കിട്ടി. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അവിടുത്തെ ഡേർട്ട് ഞാൻ അറിയാണ്ട് പൊട്ടിച്ചു കേട്ടോ, അതുകൊണ്ട് തിരിച്ചു വെച്ചേക്കാം. ആൾക്കൂടെയുള്ള പ്രശ്നം ഇതിങ്ങനെ നിൽക്കൊണ്ടിരിക്കണം, അത് മാത്രമേ പ്രശ്നമുള്ളൂ, വേറൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ മറ്റേ ഓട്ടോമാറ്റിക്കും ചെയ്യായിരുന്നു, അത് ആ വീഡിയോ തന്നെ കാണിച്ചാൽ എനിക്കറിയായിരുന്നു. ഓട്ടോ ക്ലിക്ക് ആവുന്ന ഒരു സംഭവമില്ല, ബഗ് ഉണ്ട്. ആ ബഗ് പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ആ ബഗ് വർക്കാവുന്നില്ല. അതായത് വർക്കാവും, പക്ഷെ അത് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. റൈറ്റ് ക്ലിക്ക് മാത്രം നിൽക്കൊണ്ടിരിക്കുന്നില്ല, പൊട്ടിക്കും. ആ ഒരു ബ്ലോക്ക് പൊട്ടിച്ചോളെ. ഇനിയിപ്പോൾ ഇത് വർക്കാവുന്നതുകൊണ്ട് വലിയ പ്രൊജക്ട്സ് ഒക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇനിയിപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു സ്റ്റാക്ക് കിട്ടി കേട്ടോ, വേറെ ഈ ചെസ്റ്റിലോട്ട് വീഴാണ്ട് തന്നെ അല്ലാണ്ട് എനിക്ക് ഒരു സ്റ്റാക്ക് കിട്ടി. അപ്പോൾ ഫുള്ള് വർക്കിംഗ് ആണ് സാധനം. വുഡൊക്കെ എടുത്തിട്ട് എൻ്റെ വുഡ് പെട്ടിയിലോട്ട് വെക്കാം. വുഡ് പെട്ടിയിൽ വുഡേ ഇല്ല, കണ്ടോ. ഇതെടുത്ത് ഇതിലോട്ട് ഇങ്ങോട്ട് വെച്ചേക്കാം, ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വലിയ പ്രൊജക്ട്സ് ഒക്കെ വരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. മരത്തിന് മാത്രം, വേറെ എന്തെങ്കിലുമൊക്കെ സാധനം ആവശ്യമുള്ളെങ്കിൽ അതിന് വേറെ സാധനങ്ങൾ വേണം. അതിന് പെർഫെക്റ്റ് ലാൻഡിങ്. ഇപ്പോൾ മരം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എന്താണ് പ്രൊജക്റ്റ് ബോർഡിലുള്ള ഐഡിയാസ് നോക്കാം. ഇവിടെ ഇപ്പോൾ ആദ്യം തന്നെ ഇതങ്ങ് പൊട്ടിച്ചളയാം, ഇതെൻ്റെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ഈ എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം കൂടെ ഉണ്ടാക്കാനുണ്ടോ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പറയാം. ഈ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്ന് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. ഓക്കെ, ഇത് എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. ഞാൻ ഉണ്ടാക്കാനായിട്ട് എവിടെയാണ് ആലോചിക്കുന്നത് വെച്ചാൽ ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ കുറച്ച് പ്ലെയിൻ ആക്കിയിട്ട് ഇങ്ങോട്ട് വരെ എന്നിട്ട് ഇവിടെ നിന്ന് ലാസ്റ്റ് താഴത്തോട്ട് സ്ഥലം അണ്ടർഗ്രൗണ്ട്, എന്നിട്ട് അവിടെ മാർക്കറ്റ്, അവിടെ നമ്മുടെ മെയ്സ് അതൊക്കെ വിൽക്കുന്ന പോലെ. അതായത് ഫുൾ OP സാധനങ്ങൾ, മ്യൂസിയം നമ്മൾ ഉണ്ടാക്കൂല ഈ വീട്ടിൽ. അതിനകത്ത് ഈ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റിൽ ബ്ലാക്കായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിറ്റോളയും, മനസ്സിലായില്ലേ. അപ്പോൾ അത് ഇപ്പോൾ ഉണ്ടാക്കി വെക്കാൻ പറ്റും, പക്ഷേ ഇത് മീൻസ് ഈ അടുത്ത് തന്നെ 2-3 എപ്പിസോഡ് ഉണ്ടാക്കി തീർക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വേണ്ട മെയ്സ് അതൊക്കെ ഇച്ചിരി സമയം എടുക്കുമല്ലോ. പിന്നെ ആ ഒരു ഡീപ് സ്റ്റേറ്റ് എമറാൾഡ് ഡോറ് അതൊക്കെ വേണം. അപ്പോൾ എന്നാലല്ലേ ഒരു ബ്ലാക്ക് മാർക്കറ്റ് കിട്ടാത്ത സംഭവമൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അത് ഫീൽ ആവണം. അത് നമുക്ക് കുറച്ച് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക്, ഈ ബേസ് ഏരിയ കഴിയുമ്പോഴത്തേക്ക് അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ എനിക്കിപ്പോൾ എന്താ ഉണ്ടാക്കാൻ ഒരു ഐഡിയ വന്നു വെച്ചാൽ ഒരു മിഡീവൽ വില്ലേജാണ്. എൻ്റെ ഒരു മിഡീവൽ ഏരിയാസ് ആണ് ഇതൊക്കെ. ഇത് മിഡീവൽ ഏരിയ ആണ്. ഇതൊക്കെ മിഡീവൽ ടൈപ്പാണ്. ഇത് ആപ്പിൾ വില്ലേജിന് വുഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ സ്റ്റാച്ചുവും പണ്ടത്തെ കാലത്ത് കളർ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു മിഡീവൽ ഏരിയയിൽ. അപ്പോൾ ഒന്നും കുഴപ്പമില്ല, അതൊക്കെ മിഡീവൽ ടൈപ്പാണ്. ഇതൊക്കെ. അപ്പോൾ ഒരു മിഡീവൽ വില്ലേജും കൂടി, അതായത് ആപ്പിൾ വില്ലേജിൻ്റെ കൂടെ, അത് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാലെന്നാണ് എനിക്ക് ആലോചിക്കുന്നത്. കാരണം ഇപ്പോൾ ഫാം മാത്രം ഉണ്ടാക്കിയപ്പോൾ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടാവില്ല വീഡിയോയ്ക്ക്. അതെവിടെ ഉണ്ടാക്കുന്നതാണ് തപ്പണം. ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും തന്നെ ഉണ്ടാക്കണം. എനിക്ക് ഒന്നില്ലെങ്കിൽ ഈ വിൻഡ് മില്ല് ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ട് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഈ വിൻഡ് മില്ലിൻ്റെ അടുത്ത് എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഈ ബാക്കിലായിട്ട് ഇവിടെ ഇവിടെ ഒരു വീട്, അതേപോലെ അപ്പുറത്തൊരെണ്ണം, ഇങ്ങനെ ഈ മലയിൽ ഓരോന്നായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ താഴത്തോട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ട്രീ ഫാം പൊട്ടിച്ചിട്ട് ഇവിടെ അങ്ങ് ഉണ്ടാക്കാം, മനസ്സിലായില്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ എന്തായാലും ഇനിയിപ്പോൾ ഈ ട്രീ ഫാമിൻ്റെ ആവശ്യമില്ല. ഇത് വേണമെങ്കിൽ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടാക്കുന്നത് എനിക്ക് ഇച്ചിരി കൂടി എളുപ്പം. ആദ്യം ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാവണം, വലിയൊരു ടൗൺ ഹാള് പോലെ. വലിയതല്ല, ഭയങ്കര വലിയ മിഡീവൽ വില്ലേജ് ഒന്നുമല്ല, ഒരു 5 വീട് അത്രയൊക്കെ കൊള്ളുന്ന ഒരു ചെറിയ വില്ലേജ്. അപ്പോൾ ഞാൻ ഇതങ്ങ് ഇവിടെ നിന്ന് പൊട്ടിച്ച് കളഞ്ഞേക്കാം, ഈ ഒരു ഫാം മൊത്തം. അത് ഈ വെള്ളം ഒന്ന് കളയട്ടെ, ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര സ്ഥലമുണ്ട്, ഇത്ര സ്ഥലം കിട്ടും. വേണമെങ്കിൽ അവിടെ ലേശം കൂടി ക്ലിയർ ആക്കുക, പിന്നെ ലേശം കൂടി വേണമെങ്കിൽ ക്ലിയർ ആക്കുക. പക്ഷേ ഇത് തന്നെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ വെച്ചാൽ നടുക്കൊരു ടവർ, അതായത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതിൽ പോലെ തന്നെ ഒരു ടവർ, അതായത് സ്പ്രൂസ് വെച്ചിട്ട് അധികം വലിയതൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാക്കിയ വിൻഡ് മില്ല് ഉണ്ടാക്കണം നടുക്കായിട്ട്. എന്തായാലും വേണ്ട, കാരണം അത് ഓൾറെഡി അവിടെ ഉണ്ടാക്കിയതുകൊണ്ട് ഇവിടെയും കൂടി എന്നാൽ ബോറാവും. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ബ്ലോക്ക് വെച്ച് ഒന്ന് ഏരിയ ഇതാക്കിയാൽ മതി. ഞാൻ ആലോചിക്കുന്ന ഒരു വീടായിട്ട് ഫസ്റ്റത്തെ വീട് ഇവിടെ ഉണ്ടാക്കാം നമുക്ക്. ഇപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോകുന്ന ഡിസൈൻ ചെയ്തിട്ട്, കാരണം എന്നാൽ ഈ വീഡിയോ ലക്ഷമെങ്കിലും ലെങ്ത്ത് കൂടി കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇതിവിടെ മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റത്തെ ബിൽഡിംഗ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ തന്നെ, അതായത് ഇപ്പം തന്നെ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് ഒരു വില്ലേജ് ഹൗസാണല്ലോ. പക്ഷെ ഞാനത് മാറ്റി, കാരണം ഇവിടെ കണ്ടു ഇങ്ങനെ മല ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഒരു വില്ലേജിലെ ആൾക്കാരുടെ ഒരു മൈനിങ് ഏരിയ പോലെ ആക്കിക്കൂടാ, എങ്ങനെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇതിൽ കൂടെ സിമ്പിളായിട്ട് റെയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വില്ലേജേഴ്സിനെ കൊണ്ടുവരാം. അപ്പോൾ അത് സെറ്റായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ മൈനിങ് ഏരിയ സെറ്റാക്കുന്നതിന് മുന്നേ, മൈനിങ് ഏരിയ മീൻസ് അധികം വലിയൊന്നും ആക്കൂല, ഇവിടെ ഒരു ടണൽ നോക്കിയിട്ട് ഉള്ളോട്ട് കുറച്ച് ഓർസൊക്കെ എടുത്ത് വെക്കാം അവിടുത്തെ ആൾക്കാരുടെ ഇതായിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം ഓരോ ബിൽഡിങ് ഓരോ എപ്പിസോഡായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എനിക്ക് അടുത്ത കണ്ടന്റ് റെഡി. യെസ്, വാ തുടങ്ങാം.
ഫസ്റ്റ് ഇതിന് 1 2 3 4 5. ഇവിടെ ഒരു ചെറിയ ബിൽഡിങ്, ഒരു ചെറിയൊരു കുടിൽ, ഒരു ഒറ്റപ്പെട്ടവൻ്റെ വീട്. അതായത് കല്യാണം ആവാത്ത കൈപ്പെണ്ണ് കിട്ടാത്തതെന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ വീട് അവിടെ. ഓക്കെ, അതവിടെ റെഡി. നീ ഇവിടെ ലേശം ഇച്ചിരി ഇതാക്കാം. ഇച്ചിരി ഇച്ചിരി കുടുംബമുള്ള ഒരാളുടെ, അത് കല്യാണം കഴിഞ്ഞൊരു ചെക്കൻ്റെ വീട്. ഇത് പിടിച്ചിട്ട് അധികം വലിയ ആർഭാടം നോക്കണ്ട, ഇത്ര മതി. മറ്റേനെക്കാളും ലക്ഷം വലുതാണ്. അത് മതി. ഇപ്പോൾ ഈ ഇടയിൽ നമുക്ക് ഇവിടെ ഒരു എന്തെങ്കിലും കൊണ്ടുവരാം, ഇവിടെ ലാൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ സെറ്റാക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, അത് രണ്ടും റെഡിയായി. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത്ര അടുത്തായാൽ പറ്റില്ല, ലേശം ഇങ്ങോട്ട് മാറ്റിയിട്ടാക്കാം. ഒരു ഓഫീസ്, അതായത് ഇവിടെ ഒരു ആളെ നമ്മൾ വെക്കും, അയാളാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, നമ്മളല്ലായിരിക്കും. അതായത് ഈ വില്ലേജ് ഇവരുടെ സംഭവം, ഇവിടുത്തെ ഓഫീസർ, വില്ലേജ് ഓഫീസ്. യെസ്, വില്ലേജ് ഓഫീസിൻ്റെ ബിൽഡിംഗ് ആണ് ഇതാവാൻ പോകുന്നത്. ഇവിടെയും കൂടി ഇങ്ങനെ വെച്ച്, അയ്യോ തീർന്നില്ല. ഇത്ര മതി, ഇത്ര അധികം ആർഭാടാക്കണ്ട. ഇവിടെ ആയിരിക്കും ഇവിടുത്തെ മേയർ ഉണ്ടാവുക. മേയറില്ല, വില്ലേജിലെ ഗ്രാമത്തിൽ എന്താ പറയുക എനിക്കറിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്താ, ഇവിടേക്ക് ഇവിടെ ഒരു ചെറിയ ഇതേപോലത്തെ ഒരു വീട് കൊണ്ടുവരാം. അത് ഇവിടെ മൈനിങ് ഏരിയ വെക്കാമല്ലോ ഈ സ്ഥലത്ത്. അപ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ ഇവിടെ എന്താ പറയുക ചെയ്യാൻ വന്നത് ഞാൻ. ഇവിടെ നമ്മുടെ അവിടെ ഉണ്ടാക്കിയ പോലത്തെ ചെറിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടാക്കിയ പോലത്തെ. ഞാൻ പോയി കടന്നിട്ട് വരാം. ഇവിടെയാണ് മൈനിങ് ഏരിയ ആവാൻ പോകുന്നത്. ഞാൻ ഇവിടെ നിന്ന് ലേശം ഇതാക്കി വെച്ചേക്കാം. ഓക്കെ, ഇത്ര എൻട്രൻസ്. അവിടെ നമുക്ക് വുഡൊക്കെ വെച്ച് സെറ്റാക്കാം. ഇനി ഞാൻ പറഞ്ഞ ടവർ നടക്കും തോന്നുന്നില്ല ഈ ഒരു സ്ഥലത്ത്. കാരണം എങ്ങനെയുണ്ടാക്കും ഈ ഒരു ചെറിയ സ്ഥലത്ത്? വേണമെങ്കിൽ നടുക്കാക്കാം, പക്ഷേ ഒരു മൈനിങ് ഏരിയൻ്റെ ഫ്രണ്ടിലാകുമ്പോൾ പ്രശ്നം. ഇപ്പോൾ എത്ര ബിൽഡിങ്ങായി? 4 ബിൽഡിങ്ങായി. അപ്പോൾ ടവറിൻ്റെ കാര്യം നമ്മൾ വേണമെങ്കിൽ ഇങ്ങോട്ടായിട്ട് മാറ്റി ഉണ്ടാക്കേണ്ടി വരും. അത് കുഴപ്പമില്ല. ഒരു ടവർ എന്ന് പറയുമ്പോൾ ലേശം വലുതാക്കിയതായിരിക്കും ഞാൻ ഉണ്ടാക്കും. എന്നാൽ ടവർ ക്യാൻസൽ ചെയ്യാം, അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് കൊടുക്കാം. ഈ മിക്കവാറും ഷുഗർ കെയിൻ ഫാം ഞാൻ പൊട്ടിച്ച് കളയും. നല്ല ഇതേപോലത്തെ അല്ലെങ്കിൽ ഇച്ചിരി കൂടി വലുതാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും പൊട്ടിച്ച് കളയേണ്ടി വരും അടുത്ത എപ്പിസോഡിലായിട്ട്. ഇവിടെ ഒരു ഗേറ്റ് കൊടുക്കാം നമുക്ക്. ഗേറ്റ് ഇവിടെ ഇങ്ങനെ ഇതങ്ങ് പൊട്ടിച്ചാറ്റാം. ഓക്കെ, ഇപ്പോൾ സെറ്റ്. ഇവിടെ ഒരു ഗേറ്റ്, ഇവിടെ കുറച്ച് ഇങ്ങനെ ബ്ലോക്ക് മാത്രം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ സോംബീസ് ഒന്നും കയറാണ്ടിരിക്കാം, അതിനുള്ള സംഭവമാണ് ഇവിടെ. ഇതിന് ചുറ്റും മതിലുകളാക്കാം. അപ്പോൾ വില്ലേജേഴ്സിന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടല്ല അവന്മാർ പോവില്ല. ഇവിടെ 3 ഫെൻസ് ഗേറ്റും വെച്ച് കൊടുക്കാം. ഫെൻസ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അവന്മാർക്ക് പോകാൻ പറ്റൂലല്ലോ, തുറന്ന്. മഴ പെയ്യുന്നുണ്ടല്ലോ അവിടെ, കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഒരു വീടും കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണം. 4 മാത്രം പറ്റൂല, കാരണം ഇത് ഒന്ന് വില്ലേജ് ഓഫീസാണല്ലോ. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഇത് മാർക്കറ്റുമാണ്, അപ്പോൾ 2 വീട് മാത്രമേ ആവുള്ളൂ. അപ്പോൾ നമുക്ക് കുടുംബക്കാരൻ്റെ വീടിൽ നിന്ന് പൊട്ടിക്കേണ്ടി വരും. കുടുംബക്കാരനെയും കൊണ്ട് എന്ത് ചെയ്യണം? ഇതിത്ര 1 2 3 4 5. അപ്പോൾ ഇത് 1 2 3 4 5 ഇത്ര മതി. അപ്പോൾ ഇത് സെയിം ഡിസൈനുള്ള വീടുകൾ ഉണ്ടാക്കാം. ഇതൊന്നും ഇട്ടിട്ട് ഇത് ഇച്ചിരി ചെറുതാക്കേണ്ടി വരും, കുഴപ്പമില്ല. ഇതെന്തെങ്കിലും ആക്കാം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ വല്ല ഷോപ്പാക്കേണ്ടി വരും. എന്തെങ്കിലും കട, എന്തെങ്കിലും എമറാൾഡ് കച്ചവടം, എന്തെങ്കിലും ചെറിയ ബാങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാം. ഇവിടെയും കൂടി ഒരു ചെറിയൊരു മാർക്കറ്റ് കൊണ്ടുവന്ന് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഈ വീട് തന്നെ പ്രശ്നം. അത് പറ്റൂല. ഞാൻ വില്ലേജ് ഓഫീസ് തകർക്കേണ്ടി വരും. മീൻസ് വില്ലേജ് ഓഫീസ് നമ്മൾ വീടാക്കാൻ പോവാണ്. 1 2 3 4 5. മറ്റേതുപോലത്തെ തന്നെ ഒരു ചെറിയ വീട്. ബിൽഡിങ്സ് കുറേ വരുള്ളൂ, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആക്കൂലായിരുന്നു, കുഴപ്പമില്ല, ഇത് വർദ്ധയില്ല. ഓക്കെ, ഞാനിനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊക്കെ ഇത്രയായി. ഇനിയിപ്പോൾ പറ്റുമെങ്കിൽ മാത്രമാണ് ഒരു ടവർ. പറ്റൂല, എന്തെങ്കിലും ഉറപ്പാണ്, പറ്റൂല. ഓക്കെ, അപ്പോൾ വില്ലേജ് ഓഫീസ് നടക്കൂല. അതുകൊണ്ട് ഞാൻ ഈ ഒരു മൈൻ ഏരിയ അങ്ങ് സെറ്റാക്കാൻ പോവാണ്. ഇതിന് വേണ്ടി വലിയ ആർഭാടൊന്നുമില്ല, ഉള്ളിലോട്ട് ലേശം ഡെക്കറേഷൻ അത്രേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങെടുത്ത് ഇതിങ്ങോട്ട് എടുക്കാം. ഇത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രിപ്പാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് പോവുക.
വെച്ചിട്ട് ഇതിങ്ങ് പൊട്ടിക്കണം. പറഞ്ഞല്ലേ ഇതിങ്ങ് പൊട്ടിച്ചിട്ട് ഇപ്പം കുഴപ്പമില്ല. ഇപ്പത്തെ എന്തായാലും നല്ല രസമൊക്കെ ഉണ്ട്. ഇതിന് നല്ല രസമുണ്ട് മൈനിങ് ഏരിയ. പക്ഷെ എനിക്ക് സ്റ്റെയർ കേൾക്കാത്ത പോലെ എന്തോ പോലെ തോന്നുന്നത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ മിഡീവൽ വില്ലേജിലെ ഫസ്റ്റ് തുടക്കം തന്നെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോന്നായിട്ട് കൊണ്ടുവരാം. വേണമെങ്കിൽ അടുത്ത എപ്പിസോഡ് 2 തന്നെ ഉണ്ടാക്കാം, കാരണം കുഴപ്പമില്ലല്ലോ. വേണമെങ്കിൽ 2 ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും പോയിട്ട് ഞാൻ വേഗം കിടന്നുറങ്ങട്ടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ അറിയില്ല, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ എന്താ രസമുണ്ട്, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഓക്കെ, പിന്നെ എൻ്റെ അതിനകത്തൊരു മൈനിങ് ഏരിയേൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ച് കളഞ്ഞാലും ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു മൈൻ ഏരിയ അത് വേണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ വേറൊരെണ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. മൈൻ ഏരിയ അണ്ടർ ദ ക്രെയിൻ ബിൽഡ്. അപ്പോൾ ഇത് ആവശ്യമില്ല, കാരണം ക്രെയിൻ ബിൽഡിൻ്റെ അടിയിൽ ഞാൻ മൈൻ ഏരിയ ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും വേറൊരു മൈൻ ഏരിയ എക്സ്ട്രാ വേണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ ബൈ ബൈ.